ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുട്ടികളിൽ സാമ്പത്തിക പരിജ്ഞാനം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും ഇസാഫ് ബാലജ്യോതിയും ചേർന്ന് സമഗ്ര സാമ്പത്തിക വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നു. ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക. IIM ഇക്കണോമിക്സ് വകുപ്പ് തയ്യാറാക്കിയ പാഠ്യപദ്ധതിയിൽ വ്യക്തിഗത വരുമാനം, ധനവിനിയോഗത്തിലെ ഉത്തരവാദിത്തം, സമ്പാദ്യശീലം, ഡിജിറ്റൽ ഇടപാടുകളിലെ സുരക്ഷ എന്നീ മേഖലകളെ മുൻനിർത്തിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് കൃത്യമായ അറിവും ബോധവൽക്കരണവും നൽകി സാമ്പത്തിക കാര്യങ്ങളിൽ ശാസ്ത്രീയമായ സ്വയം പര്യാപ്തത കൈവരുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ തെരഞ്ഞെടുത്ത 45 സ്കൂളുകളിലെ 10 മുതൽ 12 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. പാഠ്യപദ്ധതിയുടെ ദൃശ്യാവിഷ്കാരം പ്രശസ്ത തിയേറ്റർ ആർട്ടിസ്റ്റ് വിജേഷിന്റെ നേതൃത്വത്തിൽ നടന്നു. ചെറിയ ക്ലാസുകൾ മുതൽക്ക് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ അവബോധം നൽകുന്നത് സാമ്പത്തിക ഉത്തരവാദിത്തമുള്ള ഭാവി തലമുറയെ രൂപപ്പെടുത്താൻ സഹായിക്കുമെന്നും ഇസാഫ് സാരഥികൾ പറഞ്ഞു. സാമ്പത്തിക വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്ത് തന്നെ സാമ്പത്തിക വിദ്യാഭ്യാസം വളരെ കുറവാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് സാക്ഷരത 100%, പക്ഷെ സാമ്പത്തിക സാക്ഷരതയിൽ നമ്മൾ വളരെ പുറകിലാണ്. അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലോ നമ്മളുടെ അബദ്ധങ്ങളിലൊക്കെ പോയിപ്പെടുന്നു. നിങ്ങൾ അത്തരം സ്റ്റോറീസ് നിരവധി ആയിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതും സാമ്പത്തിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് മുതിർന്നവർക്ക് സാമ്പത്തിക വിദ്യാഭ്യാസം കൊടുക്കുന്ന അടുത്ത ജനറേഷനിലേക്ക് എങ്ങനെ നമുക്ക് സാമ്പത്തിക വിദ്യാഭ്യാസം. വാർത്താ സമ്മേളനത്തിൽ IIM കോഴിക്കോട് പ്രൊഫസർ അശോക് തോമസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ചിത്വാൻ ലാൽജി, സിൽവർ ഹിൽസ് CMI സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ മണ്ണാർത്തറ, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജോർജ് തോമസ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടുവണ്ണൂരിൽ KSU സാരഥികൾക്ക് സ്വീകരണം നൽകി.